26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ലോകരാജ്യങ്ങളെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ വമ്പൻ ശക്തി പ്രകടനം. റഷ്യൻ നാവികസേനയെ ഒപ്പം നിർത്തി വാർഷിക സംയുക്ത സൈനികാഭ്യാസം കൊഴുപ്പിക്കുന്നതിനിടയിലാണ് ലോകത്തെ ഏത് വൻ ശക്തിയെയും തകർക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ചൈന വിജയകരമായി പരീക്ഷിച്ചത്. പസഫിക് സമുദ്രത്തിലേക്ക് ചൈന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് ഏറെ ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. 40 വർഷത്തിനിടെ ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത് ഇത് 2ാം തവണ മാത്രമാണ്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ഒരു പരിശീലന വാർഹെഡ് വഹിച്ചാണ് പറന്നത്. ജൂലൈ 6 ഉച്ചയ്ക്ക് 12:01 വിക്ഷേപിച്ച മിസൈൽ മുൻകൂട്ടി നിശ്ചയിച്ച സമുദ്രമേഖലയിൽ കൃത്യമായി പതിച്ചുവെന്നാണ് ചൈനീസ് നാവികസേന വ്യക്തമാക്കുന്നത്. സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് ഈ മിസൈൽ പതിച്ചത്. കരയിൽ നിന്നും വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകരമായി സമുദ്രത്തിനടിയിൽ നിന്നും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇതിന് കഴിയുമെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു പരീക്ഷണം. പരീക്ഷണത്തിന് മുൻപ് പപ്പുവ ന്യൂ ഗിനിയുടെ ന്യൂസിലാൻഡിലെയും വിദേശകാര്യ മന്ത്രാലയങ്ങളെ ചൈന നേരിട്ട് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ചൈനയുടെ സ്ഥിരം രീതിയായി മാറുകയാണ്. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് ഇത്തരത്തിലാണ് പ്രതികരിച്ചത്. അറിയിപ്പ് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരീക്ഷണം നടന്നെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റൊരു രസകരമായ കാര്യമെന്നാൽ ഇതേ ദിവസം തന്നെയാണ് ഓസ്ട്രേലിയയും ഫിജിയും ഒരു നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. പസഫിക് മേഖലയിൽ ചൈനയെ പ്രതിരോധിക്കാനുള്ള ഓസ്ട്രേലിയയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. അതേസമയം ചൈനയും റഷ്യയും കിങ്റാവോ തുറമുഖത്ത് വാർഷിക സംയുക്ത നാവിക അഭ്യാസം തുടങ്ങിയതും ശ്രദ്ധേയമായ കാര്യമാണ്. സംയുക്ത നിരീക്ഷണം, വായു മിസൈൽ പ്രതിരോധം തുടങ്ങിയവയിലുള്ള പരിശീലനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗം മാത്രമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പരീക്ഷണം നടത്തിയതെന്നും ചൈനീസ് നാവികസേന വ്യക്തമാക്കി. ഇതേതെങ്കിലും പ്രത്യേക രാജ്യത്തെ ലക്ഷ്യമിട്ടതല്ലെന്നും ചൈന കൂട്ടിച്ചേർത്തു. പസഫിക്കിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം ശക്തമാകുന്നത് മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക കൂടി വളർത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.